കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ശ്രീ മഹാദേവ്യേ നമ, മഹാലക്ഷ്മീ നമ, മഹാസരസ്വത്യേ നമ, ദുർഗാപരമേശ്വര്യേ നമ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 13-ാമത്തെ അധ്യായം ഇന്നലെ നമ്മൾ പറഞ്ഞ് സമർപ്പിച്ചു. അടുത്ത 14-ാമത്തെ അധ്യായത്തിലേക്കാണ് ഇന്ന് പോകുന്നത്. ഈ അധ്യായത്തിലെ കഥ ഹരിശ്ചന്ദ്രൻ്റെ കഥയെയാണ് അവിടെ പറയുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാസൻ തുടങ്ങണു. വ്യാസൗവാച വിചിന്യ മനസാ കൃത്യം ഗാധീസുനുർമഹാതപ പ്രകൽപ്യ യജ്ഞസംഭാരാൻ മുനീനാമന്ത്രയത് തഥാ. എന്താണ് ചെയ്യേണ്ടത് എന്ന് മഹാതപസ്വിയായിട്ടുള്ള ഗാന്ധീസുതൻ, ഗാന്ധിയുടെ പുത്രൻ ഗാന്ധീസുതൻ, ഗാന്ധിയല്ല ഗാന്ധീനന്ദനൻ, ഗാന്ധീസുതൻ, ഗാന്ധിയുടെ പുത്രനാണല്ലോ വിശ്വാമിത്രൻ, ആലോചിച്ചു. അവസാനം യജ്ഞത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ട് അതിനു വേണ്ട മഹർഷിമാരെയൊക്കെ വിളിച്ചു വരുത്തി. ആ യാഗത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും വിശ്വാമിത്രൻ ക്ഷണിച്ച മുനിമാരും ആരും തന്നെ വസിഷ്ഠൻ വിലക്കിയത് കൊണ്ട് വന്നില്ല. അത് മനസ്സിലാക്കിയ വിശ്വാമിത്രൻ ദുഃഖത്താൽ നീറുന്ന ഹൃദയത്തോടെ രാജാവ് പാർക്കുന്ന ആശ്രമത്തിലേക്ക് പിന്നെയും ചെന്നു. ക്രുദ്ധനായിട്ടുള്ള വിശ്വാമിത്രൻ പറഞ്ഞു, രാജാവെ, വസിഷ്ഠൻ വിലക്കിയത് മൂലം യജ്ഞത്തിന് വേണ്ടി ബ്രാഹ്മണരാരും വന്നിട്ടില്ല. എൻ്റെ തപശക്തി അങ്ങ് കണ്ടോളൂ. അങ്ങയെ ഞാൻ എൻ്റെ തപശക്തി കൊണ്ട് ദേവലോകത്തയച്ച് അങ്ങയുടെ ആഗ്രഹം നിറവേറ്റിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ വെള്ളമെടുത്തു. ആ മുനിശ്രേഷ്ഠൻ താൻ ഗായത്രി മന്ത്ര ജപം കൊണ്ട് നേടിയ പുണ്യം അദ്ദേഹത്തിന് നൽകി. പുണ്യം രാജാവിന് നൽകിക്കൊണ്ട് രാജാവിനോട് പറഞ്ഞു, രാജർഷേ, ഒട്ടും മടിക്കാതെ യഥേഷ്ടം സ്വർഗത്തേക്ക് പോയിക്കോളൂ. ഞാൻ ദീർഘകാലം കൊണ്ട് സമ്പാദിച്ച പുണ്യത്താൽ സസന്തോഷം അങ്ങ് ശുഗപുരി അഥവാ സ്വർഗത്തിലെ ശക്രപുരി, ശുഗപുരിയല്ല ശക്രപുരി, ശക്രപുരി എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് പോയിക്കോളൂ. അങ്ങക്ക് ദേവലോകത്തെല്ലാം മംഗളം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അങ്ങനെ വിശ്വാമിത്രൻ പറഞ്ഞ ഉടൻ തന്നെ ത്രിശങ്കു തപോബലത്താൽ ഒരു പക്ഷിയെപ്പോലെ അതിവേഗം ആകാശത്തിലേക്ക് ഉയർന്ന് പറക്കാൻ തുടങ്ങി. ആകാശത്തേക്ക് ഉയർന്ന രാജാവ് ഇന്ദ്രപുരിയിലെത്തിയപ്പോൾ ക്രൂരനും ചണ്ടാലവേഷ രൂപിയുമായ അദ്ദേഹത്തെ ദേവന്മാർ കണ്ടു. ആരോ ഒരാൾ അതിവേഗം വരുന്നുണ്ട് എന്ന് അവർ ദേവേന്ദ്രനെ അറിയിച്ചു. ഒരു ദേവനെപ്പോലെ സ്വർഗത്തേക്ക് വരുന്ന ചണ്ടാലരൂപിയും വിരൂപനുമായിട്ടുള്ള ഇവൻ ആരാണാവോ? പെട്ടെന്ന് എണീറ്റ് ചെന്ന ദേവേന്ദ്രൻ ഈ ത്രിശങ്കു വരുന്നത് കണ്ടു. അത് ത്രിശങ്കുവാണ് എന്നറിഞ്ഞിട്ട് അദ്ദേഹം ഉടൻ ശകാരിച്ചു കൊണ്ട് പറഞ്ഞു, ഹേ ചണ്ടാള, നിന്ദ്യനായ നീ എന്തിനാ സ്വർഗത്തിലേക്ക് വരുന്നത്? നീ ഇങ്ങോട്ട് കടക്കാൻ പാടില്ല. ഉടൻ തന്നെ ഇവിടെ നിന്ന് ഭൂമിയിലേക്ക് പോയിക്കോ എന്ന് ഇന്ദ്രൻ ശകാരിച്ചപ്പോൾ ത്രിശങ്കു സ്വർഗത്തിൽ നിന്ന് വഴുതി ഭൂമിയിലേക്ക് പതിച്ചു. പുണ്യം ക്ഷയിച്ച ഒരു ദേവനെപ്പോലെ വിശ്വാമിത്ര സ്വർഗത്ത് നിന്ന് അതിവേഗം വീണുകൊണ്ടിരിക്കുന്ന ദുഃഖാർത്തനായി എന്നെ രക്ഷിക്കണേ എന്ന് അല്ലറി നിലവിളിച്ചുകൊണ്ട് താഴത്തേക്കിതാ വരികയാണ്. വീണുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിലാപം കേട്ട വിശ്വാമിത്രൻ ആ രാജാവിനെ നോക്കിയിട്ട് കൽപ്പിച്ചു, നിൽക്കടാ അവിടെ എന്ന്. വിശ്വാമിത്രൻ്റെ കൽപ്പന കേട്ട രാജാവ് ദേവലോകത്ത് നിന്ന് കുറേ താഴോട്ട് പോന്നെങ്കിലും ഈ മുനിയുടെ തപസ്, വിശ്വാമിത്രൻ്റെ തപോബലത്താൽ പകുതി വഴിയിൽ അവിടെ തന്നെ നിന്നു. രണ്ടാമതായി ഒരു പുത്തൻ സ്വർഗത്തെ സൃഷ്ടിക്കാൻ വേണ്ടി വിശ്വാമിത്രൻ ഉടൻ തന്നെ ഒരു യജ്ഞത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. വിശ്വാമിത്രൻ അങ്ങനെ വട്ടം കൊട്ടുന്നതായി അറിഞ്ഞ ഉടൻ തന്നെ ദേവേന്ദ്രൻ വളരെ തിടുക്കത്തിൽ വിശ്വാമിത്രൻ്റെ അടുത്തെത്തി
അങ്ങ് എന്താണ് ചെയ്യാൻ തുടങ്ങുന്നത്? അങ്ങ് എന്തുകൊണ്ടാണ് ഇത്ര കോപാകുലനായിരിക്കുന്നത്? ഈ കർമ്മത്തിനെ നിർത്തുക, ഞാൻ എന്താണ് അങ്ങക്ക് ചെയ്യേണ്ടത് എന്ന് പറയൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, സ്വന്തം സ്ഥാനമായ ദേവലോകത്ത് നിന്ന് വീഴ്ത്തപ്പെട്ടവനും ദുഃഖിതനുമായിട്ടുള്ള ത്രിശങ്കു മഹാരാജാവിനെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് നീ കൂട്ടിക്കൊണ്ടുപോകണം. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇന്ദ്രനോട് വിശ്വാമിത്രൻ പറഞ്ഞു. എന്തായാലും വിശ്വാമിത്രൻ്റെ ആ നിശ്ചയം മനസ്സിലാക്കിയ ഇന്ദ്രൻ സംശയിച്ചെങ്കിലും നല്ല തപോബല ശക്തിയെക്കുറിച്ച്, വിശ്വാമിത്രൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ അറിഞ്ഞിരുന്നതായിട്ടുള്ള ദേവേന്ദ്രൻ അത് സമ്മതിച്ചു. അങ്ങനെ ത്രിശങ്കുവിന് ദിവ്യദേഹം നൽകി ഉത്തമ വിമാനത്തിൽ ഇരുത്തിക്കൊണ്ട് വിശ്വാമിത്രനോട് യാത്രയും ചോദിച്ച് ദേവേന്ദ്രൻ സ്വന്തം പുരിയിലേക്ക് യാത്രയായി. ദേവേന്ദ്രൻ ത്രിശങ്കുവിനോടുകൂടി ദേവലോകത്തേക്ക് പോയിക്കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ തൻ്റെ ആശ്രമത്തിൽ സ്വസ്ഥനായിട്ട് കഴിഞ്ഞു. വിശ്വാമിത്ര മഹർഷി ചെയ്ത ഉപകാരത്താൽ തൻ്റെ പിതാവിന് സ്വർഗത്തിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നറിഞ്ഞ ഹരിശ്ചന്ദ്രൻ സന്തോഷം നാടുവാണു വന്നു. നല്ല രൂപം, സൗന്ദര്യം, ബലം ഇതൊക്കെ തികഞ്ഞിരുന്നതായിട്ടുള്ള ഹരിശ്ചന്ദ്രൻ ഭാര്യയോടുകൂടി സന്തോഷപൂർവ്വം അയോധ്യാവതിയായിട്ട് വിഹരിച്ചു. കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് ഗർഭമുണ്ടായില്ല. ഹരിശ്ചന്ദ്രൻ്റെ ഭാര്യയ്ക്ക് സന്താനമുണ്ടാവില്ല എന്ന് പറഞ്ഞ് രാജാവ് വളരെ ദുഃഖിതനായി. കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ ചെന്ന് അദ്ദേഹത്തിനെ നമസ്കരിച്ച് പുത്രനില്ലാത്തത് കൊണ്ടുള്ള ദുഃഖത്തെക്കുറിച്ച് ഗുരുവിനോട് പറഞ്ഞു. അങ്ങ് ദൈവജ്ഞനാണല്ലോ, സന്താനലാഭത്തിനുള്ള എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരണം, ചെയ്യണം. പുത്രനില്ലാത്തവന് ഗതിയില്ല എന്ന് അങ്ങയ്ക്കറിയാലോ. അതുകൊണ്ട് ശക്തനായി അങ്ങ് എൻ്റെ ദുഃഖം പറഞ്ഞിട്ട് എന്നെ ഉപേക്ഷിക്കരുത്. കുരുവി പക്ഷികളൊക്കെ പോലും ധന്യരാണ്. കാരണം അവർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ലാളിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ മന്ദഭാഗ്യനാണ്. രാപ്പകൽ ദുഃഖത്താൽ ചിന്തിച്ചിരിക്കുന്നവനാണ് എന്നൊക്കെ ചെന്നിട്ട് കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനോട് തൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ദുഃഖവും വാർത്തകളും ഒക്കെ കേട്ടിട്ട് ബ്രഹ്മപുത്രനായിട്ടുള്ള വസിഷ്ഠൻ മനസ്സുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചു. ഇപ്പോൾ രാജാവിനെ ഈ ദുഃഖത്തിൽ നിന്നും എങ്ങനെയാ തനിക്ക് രക്ഷിക്കാൻ കഴിയുക, എന്താ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങി. അതിനുശേഷം എന്താ തീരുമാനിച്ചത് എന്ന ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.